ഇന്നലെ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ച സുനിൽ പത്തനാപുരം. ആ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂറായിട്ടില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ അറിയണം, എവിടൊക്കെയാണ് ഇത് പോയിരിക്കുന്നത്. ആദ്യമായിട്ട് അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ മനോരമ മ്യൂസിക്കിൽ നിന്ന് സുനിലിനെ വിളിക്കുന്നു. മനസ്സിലാക്കുക, അവരത് പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം 6-7 വർഷമായി. 70 ലക്ഷത്തിൽ പരം വ്യൂസ് ഉണ്ട്. അത് KG മാർക്കോസ് പാടിയ ആ പാട്ടിന്. എനിക്ക് തോന്നുന്നില്ല മലയാള മനോരമയുടെ ഏതെങ്കിലും ക്രൈസ്തവ ഗാനത്തിന് ഇത്രമാത്രം വ്യൂ കിട്ടിയ പാട്ട്. എനിക്കറിയില്ല, എൻ്റെ ഒരു സംശയമാണ്. അപ്പം മനോരമ മ്യൂസിക് വിളിച്ചിട്ട് സുനിലിനോട് പറഞ്ഞു അവർ 50,000 രൂപ അയച്ചുതരാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ സുനിലിനോട് പറഞ്ഞത് അവർക്ക് വേണ്ടി സുനിൽ 3ഓളം പാട്ടുകൾ ഇനി എഴുതുകയും ചെയ്യണം. നിങ്ങൾ ആ സുനിലിൻ്റെ ഡീസൻസി മനസ്സിലാക്കുക. എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മനോരമ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. മറ്റുള്ള ആൾക്കാർ ഈ പാട്ട് ഉപയോഗിച്ചാൽ പറഞ്ഞ് എനിക്ക് പണമൊന്നും കിട്ടിയില്ല, പക്ഷേ അയാൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അത് ആ മനുഷ്യൻ്റെ ക്വാളിറ്റി. അത് അല്ലെങ്കിൽ ഇപ്പം എനിക്കറിയാം യൂട്യൂബിൽ നിന്ന് 70 ലക്ഷം വ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ആയിരിക്കും വരുമാനം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാനും യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നയാളാണ്. അതേപോലെ തന്നെ മാരാമൺ കൺവെൻഷൻ്റെ അകത്ത് ഏകദേശം 38 ലാക്സാണ് വ്യൂ വന്നിരിക്കുന്നത് ആ പാട്ടിന്. എനിക്ക് തോന്നുന്നില്ല മാരാമൺ കൺവെൻഷനിൽ ഏതെങ്കിലും പാട്ടിന് അത്രമാത്രം വ്യൂ ഉണ്ടായിട്ടുള്ള പാട്ടുകൾ എൻ്റെ ഒരു സംശയമാണ്. അപ്പം മാരാമണുമായി ബന്ധപ്പെട്ട് എനിക്ക് മാർത്തോമാ സഭയിലെ അവിടുത്തെ ചീഫ് മെട്രോപൊളിറ്റൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് മാരാമണ്. കാരണം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട തിരുമേനി ഒരു കാര്യം മനസ്സിലാക്കുക, താങ്കൾക്ക് ഗ്ലോബൽ കാര്യത്തെപ്പറ്റി ഒരു കോപ്പും അറിയത്തില്ല. താങ്കളുടെ മാർത്തോമാ സഭയിലെ ഏതെങ്കിലും CPMൻ്റെ സ്റ്റഡി ക്ലാസ്സിന് പോയ അച്ഛന്മാർ കാണും. അവരായിരിക്കും താങ്കളുടെ ഏറ്റവും വലിയ വിശ്വസ്തർ എന്ന് പറയുന്ന സെക്രട്ടറിയും മറ്റും. അവരെന്തെങ്കിലും അന്തം കമ്മികൾ എഴുതുന്ന സാധനം എഴുതി അതവിടെ പ്രസംഗത്തിൽ വായിക്കുമ്പോൾ താങ്കൾക്ക് ബോധമുണ്ടായിരിക്കണം. താങ്കൾ ഈ മാർത്തോമാ സഭയുടെ ചീഫാണ്. താങ്കൾ ഈ അമേരിക്കയിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി താങ്കൾ പറഞ്ഞ പൂർണ്ണമായും വിഡ്ഢിത്തരം. താങ്കൾക്ക് ഇത് അറിയത്തില്ല ഈ സംഭവം, വിഷയം. അതായത് ബഹുമാനപ്പെട്ട വലിയ തിരുമേനി, താങ്കൾക്ക് ഈ കോപ്പ് അറിയത്തില്ല. താങ്കൾ ഭയങ്കര വിദഗ്ധനായിരിക്കും തിയോളജിയിലും മറ്റുള്ള കാര്യത്തിൽ. ഒരു രാജ്യത്തെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ആ നിയമം അവിടെ ഉണ്ടാക്കിയത് ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ചില പൊട്ടന്മാർ ധരിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റേ വരുക. കാരണം ഇന്ത്യ ഒരു ഫ്ലൈറ്റ് വിടുന്നു, ആ ഫ്ലൈറ്റേ പോവുകയാണെങ്കിൽ ഇവരെ ചെങ്ങനയില്ലാതെ കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട തിരുമേനി, താങ്കൾക്കറിയാവുന്ന പലരും അമേരിക്കയിലുണ്ടല്ലോ, നല്ല പൊസിഷനിൽ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട. അവരോട് ചോദിച്ച് നോക്ക്. ഒരു രാജ്യത്തിൻ്റെ എയർ സ്പേസിന് മുകളിൽ, അപ്പോൾ ഇന്ത്യയുടെ അല്ല വേറൊരു രാജ്യത്തിൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഏവിയേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അവരുടെ എയർ സ്പേസിൽ ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം മനസ്സിലാക്കുക. അതായത് താങ്കൾക്കൊരു കോപ്പും അറിയത്തില്ല. അതാണ് എനിക്ക് മനസ്സിലാക്കുക. കാരണം എഴുതി തന്ന അച്ഛന്മാരോ മാർത്തോമാ സഭയിലെ ചെറുപ്പക്കാരോ അവനും എനിക്കൊന്നും അന്തം കമ്മിയാണ്. അവർക്ക് ഈ പുല്ല അറിയാം. AKG സെൻറ്ററിൽ പണ്ട് എഴുതി ആരെങ്കിലും ആയിരിക്കും ഈ അച്ഛന്മാരായിട്ടാണ് താങ്കൾക്ക് എഴുതി തന്നേക്കുന്നത്. താങ്കൾക്ക് അറിയാത്ത വിഷയത്തെപ്പറ്റി തുടരരുത്. ഓരോ രാജ്യത്തിനും ഓരോ ഏവിയേഷൻ പോളിസി ഉണ്ട്. ഓരോ രാജ്യത്തിൻ്റെ അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പോളിസി ഉണ്ട്. ഡീറ്റെയിൻ ചെയ്യുന്നവരെ, അവിടെ തടവിൽ കിടക്കുന്നവരെ എങ്ങനെയാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി പോളിസീസ് ഉണ്ട്. അല്ലെങ്കിൽ താങ്കൾ ഇത് വായിച്ച് നോക്കണം. വളരെ ബഹുമാനത്തോടാണ് പറയുന്നത്. താങ്കൾ വിഡ്ഢിത്തമാണ് വിളിച്ച് പറഞ്ഞത്. ഇനി അതിൻ്റെ അകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാട്ട്, ഇത്രയും മാരാമൺ കൺവെൻഷൻ നടക്കുകയാണ്. ഈ സുനിലിൻ്റെ പാട്ട് അവിടെ കൊയറിലൊക്കെ പാടുന്നുണ്ട്. എന്തുകൊണ്ട് അവിടുത്തെ ഒരു ദിവസത്തെ സ്തോത്ര കാഴ്ച എടുത്തിട്ട് അത് സുനിലിന് കൊടുത്തുകൂടാ?
മാർത്തോമ സുവിശേഷ സംഘം എന്നൊക്കെ പറയുന്നത്, ഞാൻ മാർത്തോമ സഭയെ വളരെ ക്രെഡിബിളായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. കാരണം അതിനകത്തുള്ള പല അച്ഛന്മാരും സഭാംഗങ്ങൾ ഈ ഗോസ്പലിനെ പറ്റി അറിയാവുന്നവരാണ്. നിങ്ങൾ പുറത്തൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഗോസ്പലും ബൈബിളും ഈ സംഭവത്തെ പറ്റി പഠിക്കുന്നവരാണ്. നമ്മുടെ മാർത്തോമ സഭയിലെ അച്ഛന്മാർ ബേസിക്കലി നല്ല എഡ്യൂക്കേറ്റഡ്. അപ്പം നിങ്ങൾ ആദ്യം തിരുമേനി കാണേണ്ടത് സഭയ്ക്കകത്തെ പ്രശ്നമൊക്കെ അങ്ങ് മാറിയിട്ട് ഈ പറയുന്ന ഈ സുനിൽ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. അതായത് തിരുമേനി താങ്കളുടെ സഭയിലുള്ള അച്ഛന്മാർ പലയിടത്തും പ്രസംഗിക്കാൻ പാട്ട് പാടുമ്പോഴും മൈക്ക് ഓപ്പറേറ്ററായിരിക്കുന്ന സുനിൽ, ആ സുനിൽ ആ അച്ഛനോട് പറയും ഈ പാടുന്ന പാട്ട് എൻ്റെ, അവിടുന്ന് സ്തബ്ധരായിട്ടിരിക്കുന്ന പല അച്ഛന്മാരുടെ കഥ എനിക്കറിയാം. അപ്പോൾ സുനിൽ പറഞ്ഞതെന്ന്, അപ്പോൾ ഒരു ദിവസത്തെ സ്തോത്ര കാഴ്ച എടുത്ത് ആ സുനിലിനൊരു വീട് വെച്ച് കൊടുക്കുക. അതൊക്കെയാണ് ഏറ്റവും പ്രാധാന്യം. അല്ലാതെ അമേരിക്കക്കാർ അതൊക്കെ പറഞ്ഞോ, അമേരിക്കൻ പൊളിറ്റിക്സ് ഒക്കെ പറയും, കുറച്ച് പഠിച്ചിട്ട് പറയും, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയും. ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. അതായത് അബദ്ധങ്ങൾ വിളിച്ച് പറയരുത്. കാരണം ഒരു കാര്യം തിരുമേനി മനസ്സിലാക്കുക, കേരളത്തിലെ മീഡിയയ്ക്ക് ഗ്ലോബൽ പൊളിറ്റിക്സിനെ പറ്റിയുള്ള ഡീപ്പായിട്ട് അറിവൊന്നുമില്ല. അവരെന്തെങ്കിലും വരുന്ന വിളിച്ചു കൂവുന്നു. അത് താങ്കൾ അവിടെ മാരാമൺ കൺവെൻഷൻ വിളിച്ച് പറയുമ്പോൾ താങ്കൾ പൂർണ്ണമായിട്ടും തെറ്റല്ലേ പറഞ്ഞേക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കും. അത് സ്റ്റഡി ചെയ്യും ഒരു കാര്യത്തെ പറ്റി, ഗ്ലോബലായിട്ടുള്ള ഒരു നാഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ. മാരാമൺ ഇഷ്യൂവിനെ പള്ളിയുടെ കാര്യമോ തിരുവല്ലയിലെ കാര്യമൊക്കെ പറഞ്ഞ് താങ്കൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. പക്ഷെ ലോകം താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് സുനിലിനെ പറ്റി പറയുന്നൊരു സംഭവം, അത് ഞാനിവിടുത്തെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റും സംഭവമൊക്കെ ആയിരുന്നു. അതിലല്ലാതെ എനിക്ക് സുനിലിനെ ഞാൻ ജേർണലിസ്റ്റിക്കൽ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചത്. അതിൻ്റെ അകത്തൊരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സംഭവം. ആ സുനിലിൻ്റെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നതും പറയുന്നത് തെറ്റാണ്. സുനിലിനോട് പറയാൻ ഇൻ്റർവ്യൂവിൽ അത് പറയുന്നത്, കാരണം സുനിലിന് ലോകത്താരെയും കുറ്റം പറയാനും അതിനൊന്നും താല്പര്യമില്ല. കാരണം അതിൻ്റെ ബിബ്ലിക്കൽ തോട്ട്സിലും ഒരു ക്രിസ്ത്യൻ ലൈഫിലും ജീവിക്കുന്ന ഒരാളാണ്. അയാൾക്ക് പട്ടിണിയും പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സുനിലിനെ പല ബന്ധുക്കോസുകാരും പല ഉപദേശിമാരും സ്റ്റേജിൽ വിളിച്ച് സംസാരിപ്പിക്കാൻ അടുത്ത് നിർത്തി ഒന്നും ചെയ്യത്തില്ല. കാരണം അയാളുടെ കറുത്ത നിറം, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ പറയുന്ന കറുത്ത നിറം എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഉപദേശിമാരൊക്കെ സുനിലിനോട് പറയാറുണ്ട്, ഭയങ്കര നാറ്റമാണ് നീ അടുത്ത് വരുമ്പോൾ, സോ ഹൊറിബിൾ. ഇത് സുനിലിനെ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുനിൽ ഫുൾ ടൈം ചർച്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മാറി നിന്ന് ഈ റോഡുകളിലൊക്കെ നടന്ന് ഈ ഗോസ്പലും പരിപാടിയായിട്ടൊക്കെ പോകുന്നത്. ഇതൊക്കെ പെൻഡക്കോസ്റ്റ് സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും നാണക്കേടാണ്. എന്നോട് സുനിൽ ഈ പറഞ്ഞ ചില പോയിന്റുകൾ ഐ ഫെൽ സാഡ്. ഞാനൊരു ഹ്യൂമനായിട്ട് പറയുവാണ്, എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നിയ ആ സംഭവം. നേരത്തെ എനിക്കത് അറിയാവുന്ന സംഭവം, പക്ഷേ സുനിലിൻ്റെ വായിൽ നിന്ന് വന്നു. അതുകൊണ്ട് കാരണം ഇയാൾ ഈ മൈക്കൊക്കെ കെട്ടി വേർത്തൊലിച്ചിട്ടല്ലേ വരുന്നേ. മനുഷ്യന് ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ ശരീരത്ത് നാറ്റമുണ്ട്. അവൻ പെർഫ്യൂം അടിച്ചല്ല നടക്കുന്നത്. ഈ വെള്ളയിട്ട് സ്റ്റേജിൽ പോയി പ്രസംഗിക്കുന്ന പാസ്റ്റർമാരും ഉപദേശിമാരും എനിക്കറിയാം എത്ര കള്ളന്മാരുണ്ട്. അവരെയൊക്കെ പെർഫ്യൂം മണക്കും. ഈ മനുഷ്യൻ ജോലി ചെയ്താണ് പുള്ളി ഈ പറയുന്ന സുവിശേഷത്തിന് പോകുന്നത്. അപ്പം അദ്ദേഹത്തെ ഇവിടെ റെസ്പെക്റ്റ് ചെയ്യാൻ, റെസ്പെക്റ്റ് അല്ല, ഒരു പരിഗണന, ഒരു മനുഷ്യൻ്റെ പരിഗണന. ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഈ നിറവും ജാതിയും ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തി നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ അധികം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് പറയുമ്പോൾ. ഇവിടെ ഞാൻ കൊടുത്തൊരു സംഭവം സുനിലിന് ഒരു അഡ്വാൻറ്റേജ് കൊടുത്തു, സുനിൽ പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാത്തത്. കാരണം സുനിൽ ഇത് പറഞ്ഞു തീർക്കട്ടെ. കാരണം സുനിലിനൊരു പറയാനുള്ളൊരു സ്റ്റേജ് ഞാൻ കൊടുക്കണം. അതിൻ്റെ ഒരു ജേർണലിസ്റ്റിക്കൽ എത്തിക്സിൻ്റെ ഭാഗമാണ്. അതായത് ശബ്ദമില്ലാത്തവന് ശബ്ദമുണ്ടാക്കി കൊടുക്കണം. അത് ജേർണലിസത്തിൻ്റെ നമ്പർ 1 അജണ്ടയാണ്. അതുകൊണ്ടാണ് സുനിൽ ഇത് പറയട്ടെ എന്ന് പറഞ്ഞത്. അതേപോലെ പല പെൻഡക്കോസ്റ്റ് പാസ്റ്റർമാരും പുള്ളിയെ
മാറ്റി നിർത്തുന്ന, കാരണം പുള്ളിയുടെ നിറവും ഈ സംഭവം സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം ഇന്ന് വരെ കള്ളത്തരവും കപടതയും ഒരാളെപ്പോലും പുള്ളി കുറ്റം പറയുന്നില്ല. പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളിക്ക് ആകെ രക്ഷ എന്ന് പറയുന്നത്, പുള്ളി പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ വന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ രക്ഷ. അല്ല, പുള്ളി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം മകളുടെ ഫീസ് കൊടുത്തില്ല, മകളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്താക്കി, നേഴ്സിങ്ങിന് പഠിക്കുക, എന്നിട്ട് പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനൊരു മനുഷ്യനെ കൊണ്ടുവന്നതിൻ്റെ കാരണം അതാണ്. അതായത് എല്ലാവരും ത്യജിക്കപ്പെട്ട് അദ്ദേഹം ഇതേപോലെ അതിമനോഹരമായൊരു ഗാനം എഴുതി, അതിന് അദ്ദേഹം തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് മ്യൂസിക് അറിയാവുന്ന ആളൊന്നുമല്ല. പാട്ട് എഴുതി ട്യൂണും ചെയ്തു. ഇതുപോലെ 10-40 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ വീടുകൾ ഇങ്ങനെ മാറി മാറി പോകുന്നു. അദ്ദേഹത്തിനത് എവിടാണെന്ന് അറിയത്തില്ല. കാരണം ലൈഫാണ്. ഇനി മറ്റൊരു കാരണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു പേഴ്സണൽ സംഭവം. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ ഈ പല ജേർണലിസ്റ്റിക്കൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കെതിരെ കേസുകളുണ്ട്. കൽക്കട്ട കേസുണ്ട്, ഡൽഹി കേസുണ്ട്, ബോംബെയിൽ കേസുണ്ട്, ചെന്നൈയിൽ കേസ്, ഇന്ത്യ എല്ലായിടത്തും കേസുണ്ട്. അതേപോലെ ഫിറ്റ്നസ്സായിട്ട് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന സംഭവമുണ്ട്. ഞാൻ അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2014 15 ഞാൻ വരുന്ന 17 ഞാൻ വരുന്ന സമയത്ത് എന്നെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഡീറ്റെയിൻ ചെയ്തു. അപ്പം ഞാൻ വല്ലാത്തൊരു ക്രൈസിസിൽ വരും. എൻ്റെ പേഴ്സണൽ കാര്യം പറയുമോ, ഞാൻ അറിയാതെ പാടുന്നത് ഈ സുനിലിൻ്റെ കാണുന്നു ഞാൻ, ആ പാട്ടാണ് പാടുന്നത് വിശ്വാസത്താൽ. അപ്പം അത് വരുമ്പോൾ എനിക്കറിയത്തില്ല, എന്തോ സംഭവിക്കുന്നു. എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ ഓരോന്നായിട്ട് മാറിപ്പോവുക. അപ്പം അതെനിക്കൊരു പേഴ്സണൽ ടച്ച് ഉണ്ടാക്കിയൊരു സോങ് കൂടിയാണ്. ഞാൻ എൻ്റെ ഈ കേസുകൾ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങൾ കാണും. നിങ്ങളെപ്പോലെ തന്നെ പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന, എനിക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും എനിക്കറിയാതെ കോർട്ട് റൂമിലാണെങ്കിലും എവിടാണെങ്കിലും പോലീസ് ഹറാസ് ചെയ്യുന്ന സമയത്താണെങ്കിലും, എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും, തിഹാറിൽ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും എനിക്കറിയാതെ വരുന്നൊരു സംഭവമാണ് ഈ സുനിലിൻ്റെ പാട്ട്. അപ്പോൾ അതിനകത്ത് എന്തോ സംഭവമുണ്ട്, കാര്യമായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സുനിലിനെ പ്രൊഫൈൽ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിരുത്തി സുനിലിനെ അവതരിപ്പിച്ചത്. അല്ലാതെ എനിക്കതിനകത്ത് വേറെ അജണ്ടയൊന്നുമില്ല. ഇനി എനിക്കെന്തെങ്കിലും അജണ്ടയുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ കാണരുത്. കാരണം നിങ്ങളുടെ അജണ്ടയിലല്ല ഞാൻ ചാനൽ റൺ ചെയ്യുന്നത്, എൻ്റെ അജണ്ടയിലാണ്. എൻ്റെ അജണ്ട എന്ന് പറയുന്നത് എൻ്റെ കൺവിക്ഷനാണ്. എൻ്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ തോന്നലാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വന്തം പേരിട്ട് ചെയ്തേക്കുന്നത്. പല ആൾക്കാരും ഇങ്ങനെ ഒരാളുടെ ആവശ്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടത്തിൽ മാത്രമേ ചാനൽ ഓടത്തുള്ളൂ. അല്ലാതെ നാട്ടുകാരുടെയും പലരുടെയും ചില അജണ്ടകളുടെ ഇഷ്ടത്തിൽ ഞാൻ ഈ ചാനൽ ഓടിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഇഷ്ടം, അതിനുവേണ്ടിയാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത്. നേരത്തെ നാരദയെന്ന് പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടത്താൻ എൻ്റെ ഉദ്ദേശം. മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ പോകുമ്പോഴും ഈ അജണ്ടയെ തന്നെ പോകത്തുള്ളൂ, എൻ്റെ അജണ്ടയായത്. ഇതാണ് വളരെ സിമ്പിളായിട്ട്. അതുകൊണ്ടാണ് സുനിലിനെ പോലെയുള്ള ആളുകളെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം, അത് എൻ്റെ ജേർണലിസത്തിൻ്റെ ഒരു പ്രത്യേക അജണ്ടയാണ്. അപ്പോൾ ആർക്കാണ് ശബ്ദമില്ലാത്തത്, അവർക്ക് ശബ്ദിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അതെനിക്ക് ഉണ്ടാക്കി കൊടുത്തേ മതിയാകത്തുള്ളൂ. കാരണം ഒതുക്കാൻ പാടില്ല. ജാതിയുടെ പേരിലോ, മതത്തിൻ്റെ പേരിലോ, നിറത്തിൻ്റെ പേരിലോ, മണത്തിൻ്റെ പേരിലോ, ഗുണത്തിൻ്റെ പേരിലോ. ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനായിട്ട് തന്നെ അവനെ സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായേ മതിയാകും. കാരണം ഞാൻ ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാട്ടുണ്ട്. എനിക്ക് ഈശ്വരൻ തന്ന ഒരു ഗ്രേസ് എന്ന് പറയുന്ന, കൃപ എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന് വരെ ഒരു മനുഷ്യനെ അവൻ്റെ മതത്തിൻ്റെ പേരിലോ, ജാതിയുടെ പേരിലോ, വർണ്ണത്തിൻ്റെ പേരിലോ, നിറത്തിൻ്റെ പേരിലോ എനിക്ക് മാനസികമായിട്ട് ഒരാളെ പോലും മാറ്റി നിർത്താൻ കഴിയത്തില്ല. ഞാൻ ഈ മതം പറയുമ്പോൾ ചില സുഡാപ്പികൾ വിശ്വാസിക്കും ഒരു കാരണവശാലും
മുസ്ലിങ്ങളെ പോലും എനിക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ മത തീവ്രത എനിക്ക് മാറ്റി നിർത്തിയേ മതിയാകും. നിങ്ങൾ മനുഷ്യനാകണം. മതമല്ല ഇവിടുത്തെ ഇഷ്യൂ. മനുഷ്യനായിട്ട് ജീവിക്കുകയും മനുഷ്യനായിട്ട് നന്മ ചെയ്യുകയും മനുഷ്യനായിട്ട് ലോകത്തെപ്പറ്റി ആലോചിക്കുകയും എങ്ങനെയാണ് ഒരു മനുഷ്യനായിട്ട് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ പിശാചുമായിട്ടും സാത്താനായിട്ടും ലോകത്തെ നശിപ്പിക്കാനും ബോംബ് പൊട്ടിക്കാനും സ്വർഗത്തിൽ പോകാൻ വേണ്ടി സ്വയമേ ബോംബ് പൊട്ടുന്നതല്ല മനുഷ്യ ജീവിതം എന്ന് ഒരു അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്, സുനിലിനെ പോലെ പല ആൾക്കാരെയും കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. പക്ഷെ അത് ഞാൻ പെർഫെക്റ്റായിട്ട് പോയി കണ്ടുപിടിച്ച് മനസ്സിലാക്കി എന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തുകയുള്ളൂ. അത് എൻ്റെ തോന്നലാണ്. ആ തോന്നലിൽ തന്നെ ആയിരിക്കും ഈ ചാനലിൽ മുന്നോട്ട് പോകുന്നത്.